ഒരു പുതിയ കാര്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ തന്നെ മനസ്സ് പറഞ്ഞു നിന്നെ കൊണ്ടതിനാവില്ലെന്ന്. ഈ വീഡിയോ അതിനെക്കുറിച്ചാണ്. എൻ്റെ പേര് അതുൽ കൃഷ്ണ. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ ഉള്ളിലെ ചില ചിന്തകൾ തുറന്ന് സംസാരിക്കാനാണ്. ഇത് ലെക്ചറടിയൊന്നുമല്ല, കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നെന്ന് മാത്രം. എനിക്ക് ഒരുപാട് നാളായി തോന്നിയൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിനോടല്ല, നമ്മുടെ തന്നെ മനസ്സിനോടാണ്. അത് തുറന്ന് സംസാരിക്കാൻ ഒരു വേദി വേണമെന്ന് തോന്നി. അതിനാണ് ഈ ചാനൽ. ഈ ചാനലിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിജയത്തിൻ്റെ ട്രിക്കുകളെ പറ്റിയോ ഓവർനൈറ്റ് മോട്ടിവേഷനെ പറ്റിയോ ഒന്നുമല്ല. പുതിയൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന ഭയം, ആശങ്ക, പേടി, ബുദ്ധിമുട്ട് ഇവയൊക്കെ കടന്ന് നമുക്ക് എങ്ങനെ മുൻപോട്ട് പോവാം, ഇതാണ് നമ്മുടെ കണ്ടന്റ്. പലരും കരുതുന്നൊരു കാര്യമുണ്ട്, പുറമേയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. മണി, ടൈം, സപ്പോർട്ട്. എന്നാൽ സയൻസ് പറയുന്നതൊന്നുമല്ല. Psychology tells us that human brains naturally resist changes, and this has happened because of amygdala, our brain's fear-based protection system. അതിനാലാണ് നാളെ തുടങ്ങാം എന്നുള്ള വാചകം എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടത്. നാളെ നീളെ. ഇതിനുള്ള പോംവഴി മോട്ടിവേഷനൊന്നുമല്ല, അവയർനെസ് മാത്രമാണ്. നീ നിന്റെ മനസ്സിനോട് ഒരിക്കലും യുദ്ധം ചെയ്യാതിരിക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു 3 പോയിന്റ് ഞാൻ പറയാം. ഭയം സ്വാഭാവികമാണ്, അത് ഉൾക്കൊള്ളുക. ശരിയായ ഒരു സമയത്തിന് വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത്. ആക്ഷൻ ഫസ്റ്റ്, കോൺഫിഡൻസ് ലേറ്റർ. ഒരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ ആത്മവിശ്വാസം ഉണ്ടാവൂ. ആത്മവിശ്വാസം കിട്ടിയതിന് ശേഷമല്ല നമ്മളാരും പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഒരു പ്രവൃത്തി ചെയ്താലേ ആത്മവിശ്വാസം കിട്ടും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെന്ന് കരുതിയാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും നിന്നെ നീ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നാളെ നിന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല.